നമസ്കാരം. ഇത് ഇവിടുത്തെ ഒരു സ്പോർട്സ് ഗ്രൗണ്ടാണ്. ഇത് ആധുനികവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൂറ്റൻ തൂണുകൾ ആകാശത്തേക്ക് ഉയരുവാനുള്ളതാണ്. ആകാശത്ത് ഉയർന്നു നിന്നുകൊണ്ട് ഈ ടവറുകൾ ഈ പ്രദേശത്തിന് വെളിച്ചം നൽകും. ഈ അത്ഭുതം മനുഷ്യശക്തിയുടെയും മനുഷ്യ അധ്വാനത്തിൻ്റെയും മനുഷ്യൻ്റെ ബുദ്ധികൂർമ്മതയുടെയും ടെക്നോളജിയുടെയും എല്ലാം ഇത്തരം അത്ഭുത ദൃശ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് വിസ്മയപ്പെടാതെ വയ്യ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പഴയൊരു സിനിമ ഓർമ്മ വന്നത്. ആ സിനിമയുടെ പേര് പുതിയ ആകാശം പുതിയ ഭൂമി എന്നാണ്. സത്യൻ കൊട്ടാരക്കര, രാഗിണി, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, ബഹദൂർ എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. 1963 ആ സിനിമ ഉണ്ടാകുന്നത്, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത്. ഈ സിനിമയിൽ എന്താണെങ്കിൽ ഒരു പ്രദേശത്ത് ഒരു മല തുറന്നുകൊണ്ട് ഒരു തുരങ്കപാത നിർമ്മിക്കുവാനും അതിനോടനുബന്ധിച്ച ഒരു അണക്കെട്ടിൻ്റെ പ്രവർത്തനത്തിനും വേണ്ടി സുകുമാരൻ എന്നു പേരുള്ള എഞ്ചിനീയർ സത്യനാണ് ആ റോൾ അഭിനയിക്കുന്നത്. ത്യാഗപൂർണമായ ശ്രമങ്ങൾ നടത്തുന്നതാണ് ഇതിൻ്റെ കേന്ദ്ര പ്രമേയം. സർക്കാരിൽ നിന്ന് വേണ്ടത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് ഇറങ്ങി ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളോട് വേതനം കുറച്ച് ചെറിയ വേതനത്തിൽ പണിയെടുക്കുവാൻ അഭ്യർത്ഥിക്കുകയും എല്ലാവരും അതിന് തയ്യാറാവുകയും എല്ലാവരും കൂടിച്ചേർന്ന് ഈ ടണലിൻ്റെ ഈ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പാത ഇവിടെ വന്നാൽ, അതോടൊപ്പം ഈ അണക്കെട്ട് ഇവിടെ വന്നാൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയക്കുന്ന ഒരു സംഘം ഇത് തകർക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. കൊട്ടാരക്കരയാണ് ആ സംഘത്തിൻ്റെ നേതാവായിട്ട് അഭിനയിക്കുന്നത്. അവർ ബോംബ് വെച്ച് ഈ തുരങ്കപാത തകർക്കുകയാണ്. അതിൽ 30ഓളം തൊഴിലാളികൾ മരണപ്പെടുന്നു. ഈ എഞ്ചിനീയറും സത്യൻ അവതരിപ്പിക്കുന്ന എഞ്ചിനീയറും അതിൽ അപകടത്തിൽപ്പെടുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ തൊഴിലാളികൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി. ഈ സിനിമയ്ക്ക് ആവിഷ്കാരപരമായ ധാരാളം ദുർബലതകൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ സന്ദേശം ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ അധ്വാനവും ബുദ്ധിയും വിയർപ്പും ഒന്നിച്ചു ചേർന്നാൽ, വിയർപ്പും ചോരയും ഒക്കെ ഒന്നിച്ചു ചേർന്നാൽ പുതിയ ആകാശങ്ങളും പുതിയ ഭൂമി സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന വലിയ സന്ദേശം. അതിനിടയിൽ രക്തസാക്ഷികളുണ്ടാകും, അതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ എവിടെയും ഉണ്ടാകുമല്ലോ ക്രൂരമാനസന്മാർ. അതിനതിജീവിച്ചുകൊണ്ട് ജീവശക്തി മുന്നോട്ട് പോകുമെന്നാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. നമസ്കാരം.